ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നിസ്വയിലുള്ള ജബൽഹത്ത് മൗണ്ടനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11:30ക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇപ്പോൾ അടിപൊളി ക്ലൈമറ്റാണ്. ഇവിടെയാണെങ്കിൽ വിൻ്റർ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോള് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് 1 വീക്കിന്. അപ്പോൾ ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ 2 ഫാമിലിയാണ് പോകുന്നത്. അടിപൊളിയാണ് യാത്ര എന്ന് പറയുമ്പോൾ. ഒന്നാമത് നല്ല തണുത്ത ക്ലൈമറ്റ് ആയതിനെക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്ലേസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം മസ്കറ്റിൽ നിന്ന് 2-2.5 മണിക്കൂറോളം യാത്ര ചെയ്യണം നമ്മൾ. അതായത് നിസ്വയിൽ ഇവിടുന്ന് നമുക്ക് ലൊക്കേഷൻ കിട്ടണമല്ല. നിസ്വയിൽ പോയിട്ട് പിന്നെ ജബൽഹത്ത് മൗണ്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനും കിട്ടും. അങ്ങനെ പോയാൽ മതി. നമ്മൾ ജബലത്തറിൽ പോകുന്നതെല്ലാം പോലെ തന്നെ അതിനേക്കാൾ ഭംഗി ഉണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നല്ല തണുപ്പായതിനെ കൊണ്ട് നല്ല വ്യൂ. കുറച്ച് ഓഫ് റോഡും ഉണ്ട്. അങ്ങ് വരെ പോകണമെന്നില്ല. ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് കുട്ടികളെല്ലാം പേടിയായിട്ട് ഇങ്ങനെ കൂക്കിയിടുന്നുണ്ട്. ഇനി മതി, ഇനി പോകണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ പറയണ്ടേ, ഗ്ലാസ് അങ്ങ് താത്തേരും. നമ്മൾ വയനാട്ടിലോ ഊട്ടിയിലോ എത്തിപ്പെട്ട ഒരു ഫീല്. അത്രയും അടിപൊളി ക്ലൈമറ്റ്. കാഴ്ച എന്ന് പറയുന്നെങ്കിൽ പച്ചപ്പൊന്നും അധികമൊന്നുമില്ല, പക്ഷേ അവിടുത്തെ ക്ലൈമറ്റാണ് നമുക്ക് അത്രയും എന്താ പറയുക, വെറുതെ തന്നെ ഇങ്ങനെ അവിടെ ഇരുന്നാൽ മതി. അവിടുന്ന് എനിക്കൊന്നും വരാൻ തോന്നുന്നില്ല, പക്ഷേ എങ്കിൽ ആണുങ്ങന്മാർക്ക് തണുത്ത് കുറച്ചിട്ട് പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് 2-3 മണിക്കൂർ എന്നിട്ട് പിന്നെ വരികയാണ് ചെയ്തത്. മക്കളെല്ലാം അതാ നമ്മളിങ്ങനെ സംസാരിക്കും, വായിന്ന് ഇത് പുക പോവാം. പിന്നെ കോട തന്നെ നമ്മൾ വയനാട് ചുരം കയറുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ലേ, ശരിയായ കോട. നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് ഏകദേശം 2:30 മണിയായതിന്. കുറച്ച് നിർത്തി പോയതിനെ കൊണ്ട് 2:30 മണിക്കാണ് നമ്മൾ അവിടെ എത്തിയത്. എന്നിട്ട് പോലും അത്രയും തണുപ്പുണ്ട്. നമ്മളതുവരെ അതായത് വിൻഡോ താത്താണ്ടാണല്ലോ അവിടെ എത്തിയത്. അപ്പം അങ്ങനെ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അവിടെ പോകുന്ന ആൾക്കാർ സ്വെറ്ററെല്ലാം കൊണ്ടുപോകണം. നമ്മൾ പോകുന്ന വഴിക്കൊന്നും അങ്ങനെയൊന്നും ആരെയും കണ്ടിട്ടൊന്നുമില്ല പോകുന്നതായിട്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉച്ചക്ക് അവിടെ എത്തിയെന്നുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് മനസ്സിലാകുന്നത്. എല്ലാവരും അവിടെ ഓൾറെഡി രാവിലെ എല്ലാം ആയിട്ട് എത്തിയിട്ട് ടെൻറ്റെല്ലാം കിട്ടിയിട്ട് അവിടുന്ന് കുക്ക് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഇങ്ങനെയെല്ലാം കാണുന്നത്. പിന്നെ അവിടെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫുഡ് ഉണ്ടാക്കേണ്ട സെറ്റപ്പോട് കൂടി പോകണം. അതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല, പക്ഷേ അവിടെ എത്തിയിട്ട് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫീലുമാണ്, ഒരു ടേസ്റ്റുമാണ്. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അങ്ങനെ വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ബർഗർ ഐസ് ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോയിന്. ബർഗറും അതിൻ്റെ സാധനങ്ങൾ നമ്മൾ തലേ ദിവസം ഓർഡർ ചെയ്തിട്ട് രാവിലെ നമ്മൾ പോകുമ്പോൾ വാങ്ങിയതാണ്, ഫ്രീസ് ചെയ്തത്. അപ്പോൾ പിന്നെ കുറച്ച് കുട്ടികളെല്ലാം മേലെ കയറിപ്പോയി, ഒരുപാട് മേലെല്ലാം കയറിപ്പോയി. പിന്നെ താഴെ ഇറങ്ങി വരുമ്പോഴേക്കും വിശന്ന് പിന്നെ എല്ലാവർക്കും. അപ്പോൾ അവർ ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലാക്കിയിട്ട് തന്നെ തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ അതിൻ്റെ സോസും കാര്യങ്ങളും എല്ലാം. പിന്നെ നമ്മൾ അത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കഴിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളിൽ അതായത് ഹെവി ഐറ്റംസ് അല്ല, ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ ഇപ്പം നൂഡിൽസ് അതുപോലെ പിന്നെ നഗറ്റ്സ് ഇങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ട് അവിടുന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ്. കൂടെ കട്ടൻ ചായയും അടിപൊളിയേനും. പിന്നെ അങ്ങനെ എല്ലാവരും ഓരോന്നായിട്ട് ഉണ്ടാക്കലും കഴിക്കലും എല്ലാം ഒരുമിച്ച് തന്നെ. നമ്മൾ പായെല്ലാം പുറത്ത് പിരിച്ചിട്ടുണ്ടെങ്കിലും ആരും പുറത്ത് ഇരുന്നില്ല. എല്ലാവരും ഹീറ്റർ ഇട്ടിട്ട്, എല്ലാവരും മീൻസ് ആണുങ്ങന്മാർ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് പുറത്തിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പിന്നെ അതിൻ്റെ ആ ഒരു ചൂട് പിടിച്ചിങ്ങനെ അടുത്തിങ്ങനെ ഇരുന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ ഇവിടുന്ന് ഗോപിയൊക്കെ ഭയങ്കരമായ വിറയലാണ്. കാണുന്നുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ ഏകദേശം ഒരു 5-5:30 ആയാലും പിന്നെ എല്ലാവരും തണുത്ത് വിറക്കാൻ തുടങ്ങി. പോവാമെന്ന് പറഞ്ഞ് നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷേ തണുപ്പിൻ്റെ അതികഠിനമായ തണുപ്പ് കാരണം ആർക്കും മീൻസ് അവർക്ക്, നമുക്ക് ലേഡീസിന് നിൽക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എങ്കിൽ അവർക്ക് നിൽക്കാൻ വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ പോയി. അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഇതുമുണ്ട്, റൂമും കാര്യങ്ങളെല്ലാം അവൈലബിളാണ്. പിന്നെ നമ്മൾ അവിടുന്ന് സൺസെറ്റും കണ്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട്
സൺസെറ്റ് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതും കൂടിയും കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുക ചെയ്തിട്ടുള്ളത്. ഈ റൂം നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന അവിടെ ഉണ്ടല്ലോ ആ ഹോട്ടൽ, പിന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതായത് തണുപ്പ് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. കുറച്ച് എക്സ്പെൻസീവുമാണ്. ഇത് മാത്രമല്ല വേറെയും ചിലത് കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. പിന്നെ നമ്മളങ്ങനെ സൺസെറ്റെല്ലാം കണ്ട് ഒരു 5:30 കഴിഞ്ഞാലും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ വരുന്ന വഴിയാണല്ലോ ഫഞ്ച ഹെറിറ്റേജ് ഹൗസിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 8 മണിയായിന്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ടൈമിൽ, അതായത് ഒരു 5:30 അവിടെ എത്തുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് ഉണ്ടാവുക, നല്ല ഭംഗി ഉണ്ടാവും. പെർ ഹെഡിന് 500 പൈസയാണ്. നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ, നടന്ന് കാണാൻ പറ്റിയ, അതായത് നമ്മളൊരു ഗ്രാമത്തിലെത്തിയ പോലെ, ഗ്രാമത്തിലെത്തിയ ഫീല്. മ്യൂസിയം കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അവിടെ. ഈ ഒരു ക്ലൈമറ്റിൽ പോയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം അതും. അതായത് ഫഞ്ച നമുക്ക് അടുത്താണല്ലോ, ഒരുപാട് ദൂരമൊന്നും പോകണ്ടല്ലോ. ഏകദേശം ഒരു 45-50 മിനിറ്റ് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് അടുത്ത് ഒരു സ്ഥലത്തൊന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ടിക്കറ്റ് പ്രൈസും അധികമൊന്നുമില്ല. എന്താ പറയുക, നമുക്ക് അങ്ങനെ അങ്ങ് മടുപ്പ് തോന്നാത്തൊരു സ്ഥലം. പക്ഷേ അത് റോഡ് സൈഡിലല്ല. ലൊക്കേഷൻ ഹെറിറ്റേജ് ഹൗസിൽ നിന്ന് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാം എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജബൽ ഹത്തിലെ വിശേഷങ്ങളും അതുപോലെ ഹെറിറ്റേജ് ഹൗസിലെ വിശേഷങ്ങളെല്ലാം. ഹെറിറ്റേജ് ഹൗസിൽ വരുന്നവരെന്തായാലും പകൽ ടൈമിന് തന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി. അപ്പോൾ രാത്രി വ്യൂവും പകൽ വ്യൂവും കിട്ടും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും ആസ്വദിക്കാനും എല്ലാം കൊണ്ടും നന്നാവും. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.